നമസ്കാരം. എന്റെ ക്യൂരിയസ് എന്നാണ്. കേരള PSC നടത്തുന്ന മത്സര പരീക്ഷകൾക്കും ഒപ്പം തന്നെ കേഡറ്റ് സീറ്റ് എന്നുള്ള പരീക്ഷകൾക്കൊക്കെയുള്ള മാത്സിന്റെ ക്ലാസ്, പൊതുവെയുള്ള ക്ലാസ്സുകളെല്ലാം ഉണ്ടെങ്കിലും മാത്സിന്റെ ബേസിക്സ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാനലിൽ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ എല്ലാത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ട്രിക്സും ഉണ്ട് എങ്കിലും നമുക്കൊരു കാര്യത്തിന്റെ അടിസ്ഥാനം അറിയാത്ത ട്രിക്സിലോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ബേസിക്സ് ഒന്നും ഒരാൾക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ ബേസിക്സ് പറഞ്ഞിട്ട് പിന്നെ ട്രിക്സിലോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാത്തിനും ബേസിക്സ് പഠിച്ച് പിന്നീട് ട്രിക്സിലോട്ട് പോകാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ശരാശരി എന്ന ടോപ്പിക്കാണ്. ആവറേജ് എല്ലാ മത്സര പരീക്ഷകൾക്കും PSC പ്രത്യേകിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് കാണുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ബേസിക് ലെവൽ തൊട്ട് അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് പഠിക്കാം. അതിന്റെ ട്രിക്സും പഠിക്കാം. പക്ഷെ ആദ്യമേ നമ്മൾ പഠിക്കുന്നത് അതിന്റെ ബേസിക്സ് ആയിരിക്കും. എന്താണ് ശരാശരി, എങ്ങനെ അത് ചെയ്യാം, അതിന്റെ ഒരു മെത്തേഡ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാം. അപ്പൊ നമ്മുടെ ചാനൽ ഇത് തുടക്കമാണ്, ആരംഭമാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ചാനൽ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കൂടി ഷെയർ ചെയ്യുക, ഒപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലെല്ലാം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതനുസരിച്ചാണ് നമുക്ക് പുതിയ ഇംപ്രൂവ്മെന്റ് നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ക്ലാസ്സിലോട്ട് പോവാം. ശരാശരി എന്താണ് ശരാശരി? ശരാശരി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. രണ്ടോ അതിൽ അധികമോ സംഖ്യകളുടെ ആകെ തുകയെ അവയുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി. ഒന്നുമില്ല, രണ്ടോ അതിലധികമോ സംഖ്യകളുടെ തുകയെ അവയുടെ തന്നെ ആകെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി. ശരാശരിക്ക് പൊതുവെ പറയുന്ന സമവാക്യം എന്ന് പറയുന്നത് ശരാശരി സമം ആകെ തുക ഭാഗം ആകെ എണ്ണം എന്നാണ്. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ശരാശരിയുടെ ഫോം എന്ന് പറയുന്നത്. ഇത് തന്നെ തിരിച്ചു മറിച്ച് എല്ലാം ചോദിക്കാറുണ്ട്. ഈ ഒരൊറ്റ ഇക്വേഷനിൽ നിന്ന്, ഈ ഒരൊറ്റ സമവാക്യത്തിൽ നമുക്ക് 3 കാര്യങ്ങൾ കാണാൻ പറ്റും. ശരാശരി കണ്ടുപിടിക്കാൻ പറ്റും, ആകെ തുക കണ്ടുപിടിക്കാൻ പറ്റും, ആകെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ശരാശരി കാണാൻ എന്താ ചെയ്യണം? ആകെ തുക ഭാഗം ആണ് ആകെ എണ്ണം. ആകെ തുക കാണാൻ വേണ്ടിയിട്ട് ശരാശരി ഗുണം ആകെ എണ്ണം ചെയ്താൽ മതി. അതിനകത്ത് തന്നെ ആകെ എണ്ണം കാണാൻ വേണ്ടിട്ടോ തിരിച്ചുകൊണ്ടിട്ട് ആകെ തുക ഡിവൈഡ് ബൈ ശരാശരി. പറഞ്ഞു തരാൻ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ നോക്കിയോ, ശരാശരി കാണാനുള്ള ഇക്വേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒപ്പം ആകെ തുക കാണാനാണെങ്കിൽ ആകെ തുക കാണാനാണെന്നുണ്ടെങ്കിൽ ഹരിച്ചിരിക്കുന്ന സംഭവമാണ് ഇപ്പുറത്ത് കൊണ്ടുമ്പോൾ ഗുണനമാവും. ഇവിടെ ഒരു ഹരണമാകുമ്പോൾ സമത്തിന് ഇപ്പുറത്ത് വരുമ്പോൾ അത് ഗുണനമായിട്ട് മാറും. നമ്മൾ കുഞ്ഞു ക്ലാസ് പഠിക്കുന്ന സംഭവമാണ് അത്. അപ്പോ ശരാശരി ഗുണം ആകെ എണ്ണം. ഓക്കെ, ഇതാണ് ആകെ തുക കാണുന്നതിന്റെ സമവാക്യം. മാത്രമേ ഉള്ളൂ. എണ്ണം ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ തുക ഭാഗം എന്ത് ചെയ്താൽ മതി? ശരാശരി ചെയ്താൽ മതി. ഒരു ഉദാഹരണം നോക്കാം. ഒരു സമവാക്യത്തിൽ നിന്ന് 3 കാര്യം കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞു, ആകെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു, ആകെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അത് നമുക്കൊരു മാജിക്കൽ ട്രയാങ്കിൾ അങ്ങ് ഇടാം. ശരാശരി ആവറേജ് ആണെന്ന് നമുക്കറിയാം. ആവറേജ് ആണ് ശരാശരി. അപ്പൊ നമ്മൾ അതിനെ A കൊണ്ട് സൂചിപ്പിച്ചു. തുകയ്ക്ക് നമ്മൾ സം എന്ന് കൊടുത്തു, എണ്ണത്തിന് നമ്പർ എന്നും കൊടുത്തു. എണ്ണം നമുക്കറിയാം. ആവറേജ് എന്ന് പറയുന്നത് ആകെ തുക ഡിവൈഡ് ബൈ ആകെ എണ്ണമാണെന്ന് ഹരണം. അപ്പൊ നമുക്ക് ഇതിനെ അങ്ങനെ ചെയ്യാം. ആവറേജ് സമം സം ഡിവൈഡ് ബൈ n. ഇതാണ് മാജിക്കൽ ട്രയാങ്കിൾ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ള ഒരു മെത്തേഡാണ്. എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്, അത്രേ ഉള്ളൂ. ഇതില് ഈ വര സൂചിപ്പിക്കുന്നത് ഡിവിഷനെയും ഈ വര സൂചിപ്പിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനെയുമാണ്. അത്രമാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇനി എല്ലാം കാണാൻ എളുപ്പമാണ്. ആവറേജ് ആണ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ബാക്കിയുള്ള രണ്ടെണ്ണം നോക്കുക. ഇത് പൊതുവെ ബാക്കി രണ്ടെണ്ണം നോക്കുക. S ഉണ്ട്, അവിടെ N ഉണ്ട്. S മുകളിലും N താഴെയുമാണ് ഈ വര. അവരെ തമ്മിൽ പാർട്ട് ചെയ്യുന്ന ഏതാണ്? ഡിവിഷൻ ആണ്. അപ്പം S ഡിവൈഡ് ബൈ N ചെയ്താൽ മതി. A ആണ് കാണണമെന്നുണ്ടെങ്കിൽ S ഡിവൈഡ് ബൈ N. N ആണ് കാണണമെന്നുണ്ടെങ്കിൽ S ഡിവൈഡ് ബൈ A. S ആണ് കാണണമെന്നുണ്ടെങ്കിൽ A ഇൻറ്റു N. ഇതാണ് സാധാരണ രീതിയിലുള്ള മെത്തേഡ്. ഒരു ചോദ്യം പറയാം. ഒരു കൂട്ടം കുട്ടികളുടെ ആകെ മാർക്ക് എന്ന് പറയുന്നത് 250 ആണ്. ഒരു കൂട്ടം കുട്ടികളുടെ ആകെ മാർക്ക് എന്ന് പറയുന്നത് 250 ആണ്.
അവരുടെ ശരാശരി എന്ന് പറയുന്നത്, ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. ഇവരുടെ ആകെ എണ്ണം എത്ര കുട്ടികൾ അവിടെ ഉണ്ട്? ഒരു കൂട്ടം കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരു കൂട്ടം കുട്ടികളുടെ ആകെ മാർക്ക് 250 അവരുടെ ശരാശരി എന്ന് പറയുന്നത് 50 അപ്പൊ അവരുടെ എണ്ണം എത്ര? എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഇക്വേഷൻ നോക്കേ, എൻ ഇവിടെ കിടക്കും, ബാക്കിയുള്ള എസ് മുകളിൽ. അപ്പൊ എസ് സമ്മ് മുകളിൽ 250 ആണ്. ഡിവൈഡഡ് ബൈ ആണ് എ, അപ്പം ഡിവൈഡ് ബൈ 50 വെട്ടിക്കളയാം 5. അപ്പൊ ആകെ കുട്ടികൾ എത്രയാണ് അവിടെ? 5 പേരാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. ഇനി ശരാശരിയെ പറ്റി നിങ്ങൾ ആർജിക്കേണ്ട ഒന്നിന്റെ കാര്യങ്ങൾ അധികമുണ്ട്, മറ്റുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വളരെ സിമ്പിൾ ആണ്. ഇപ്പം തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ തുടർച്ചയായിട്ടുള്ളവ. ഇപ്പം ഒരു ഉദാഹരണത്തിന് 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ പാറ്റേണുകളൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷയിൽ ശരാശരി കാണാൻ വേണ്ടി പറയും. ഇപ്പം 81, 82, 83, 84, 85 ഇങ്ങനെ വലിയ വലിയ സംഖ്യകൾ തന്നിട്ട് നമുക്ക് അതിന്റെ ശരാശരി കാണാൻ വേണ്ടി പറയും. ഇപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത്? ആകെയുള്ള മെത്തേഡ് എന്താ? നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ് ആകെ തുക ഭാഗം ആകെ എണ്ണം. ഇതാണ് നമ്മൾ പഠിച്ച മെത്തേഡ്. അപ്പോ നമ്മൾ ചെയ്യുന്നത് എന്താ? ഇതെല്ലാം കൂടെ എഴുതി കൂട്ടും. 7, 3, 10, 6, 4, 10, 20, 25, 23, 28, 28 ടോട്ടൽ വന്നു മുകളിൽ. താഴെ എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 ഇത്ര നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യും. എത്ര ടി? 4, 7, 28. ഇത്രയും ചെയ്യുന്നതിലും ഭേദം ഈ നടുക്കുള്ള സംഖ്യയും എടുത്തെഴുതിയാൽ മാത്രം മതി. ഇങ്ങനെയുള്ള തുടർച്ചയായിട്ടുള്ള മെത്തേഡ് ശ്രദ്ധിക്കണം. ഇത് ഒന്നാമത്തെ മെത്തേഡാണ്. തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ വേണ്ടി ചോദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതിന്റെ നടുക്കുള്ള സംഖ്യ ഏതാണോ അത് ആയിരിക്കും ശരാശരി എന്ന് പറയുന്നത്. ഇവിടെ നോക്കേ, 81, 82, 83, 84, 85 ഇതിന്റെ ശരാശരി എന്തായിരിക്കും? 83 ആയിരിക്കും. അല്ല ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 81 അധികം 82 അധികം 83 അധികം 84 അധികം 85 ടോട്ടൽ ചെയ്തിട്ട് ഇതിനെ എല്ലാത്തിനും കൂടെ നമ്മൾ എന്ത് ചെയ്യും? 5 വെച്ച് ഹരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സമയം കുറെ പോകും. അതാണ് സാധാരണ മെത്തേഡ് എന്ന് പറയുന്നത്, ബേസിക് മെത്തേഡാണ്. പക്ഷെ സമയം കുറെ പോകും. നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഒറ്റയൊക്കെ നമ്പേഴ്സ് അല്ലേ, ആകെ 5 എണ്ണം ഉള്ളപ്പം നടുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 2, 3, 4, 5 ഇങ്ങനെയുള്ള സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നടുക്കുള്ള സംഖ്യ ഏതൊക്കെയാ? 3ഉം 4ഉം. 3നും 4നും ഇടയ്ക്കുള്ള സംഖ്യ ഏതായിരിക്കും? 3.5 അല്ലേ? 3.5 ശരാശരി സംശയം ഉണ്ടെങ്കിൽ നോക്കാം. 2 അധികം 3 5, 5 അധികം 5 10, 14 ടോട്ടൽ എത്ര? 14 ആണ്. 14 ഭാഗം 1, 2, 3, 4 4 നോക്കേ എത്ര? 4, 3, 12 3, 4, 12 ശിഷ്ടം എത്ര വന്നു? 2 വന്നു. 0 എത്രയാക്കി? പോയിന്റ് I4 20. ഈ 3.5 ഈ 3.5. അപ്പോ ഒറ്റ വന്നു കഴിഞ്ഞാലും ഇരട്ട വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും? കൃത്യം മധ്യഭാഗത്തുള്ളത്. ഇതെന്താണ്? തുടർച്ചയായിട്ടുള്ള എണ്ണസംഖ്യയാണ്. പൊതുവ്യത്യാസം 1 സംഖ്യകൾ തമ്മിൽ 1 കൂടിയാണ് വരുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് ഇരട്ട സംഖ്യകളിലും ഒറ്റ സംഖ്യകളിലും വരുന്നത്. ഓക്കെ, അപ്പം 1, 3, 5, 7, 9 ഈ സംഖ്യയുടെ ശരാശരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടും. 9, 10, 19, 20, 25. 25നെ നമ്മൾ ആകെ തുക എന്താണ്? ഇവിടെ 25 തുക എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആകെ എണ്ണം 1, 2, 3, 4, 5 5 കൊണ്ട് ഹരിക്കും. എത്ര വന്നു? 5 വന്നത്. അതിൽ കണക്കെടുക്കുന്നത് അല്ലേ? ഇനി 2 ഈ ഇരട്ട സംഖ്യ നോക്കാം. 2, 4, 6, 8 നോക്ക്, കൂട്ടി നോക്ക്. 8ഉം 2ഉം 10, 6, 4, 10 ടോട്ടൽ എത്രയാണ്? ആകെ തുക വന്നത് 20. ആകെ എണ്ണം എത്രയാണ്? 4. ഓക്കെ, 20 ഭാഗം 4 എത്രയാണ്? 5. ഈ 5 നടുക്കിടക്കുന്നത്. 4നും 6നും നടുക്കിടക്കുന്നത് ഏതാണ്? 5. അപ്പോ ഇത്ര മാത്രമേ ഉള്ളൂ. തുടർച്ചയായിട്ടുള്ള എണ്ണ സംഖ്യകൾ വന്നു കഴിഞ്ഞാലും ഒറ്റ സംഖ്യകൾ വന്നു കഴിഞ്ഞാലും ഇട്ട സംഖ്യ വന്നു കഴിഞ്ഞാലും നമ്മൾ വലിയ രീതിയിൽ ചെയ്തു പോകാൻ വേണ്ടി നിൽക്കേണ്ട. മെത്തേഡ് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. ആകെ തുക ഭാഗം ആകെ എണ്ണം എന്നുള്ളതിന് ശരാശരി പഠിച്ചു വെക്കുക. പക്ഷെ എളുപ്പം എന്ത് തന്നെയാണ്? നമുക്ക് ആകെയുള്ള ക്വസ്റ്റ്യൻ്റെ നടുക്കുള്ള സംഖ്യ ഏതാണോ അത് കണ്ടെത്തുക, എടുത്തെഴുതുക. സമയം വേസ്റ്റ് ആക്കാൻ വേണ്ടി നിൽക്കരുത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മെത്തേഡുകളെല്ലാം മാറ്റി വയ്ക്കാം. ഏറ്റവും ബേസിക് ലെവലിൽ ഞാൻ പറഞ്ഞില്ലേ ബേസിക് പഠിപ്പിക്കേണ്ടി പോകുന്നത്. ഞാനിപ്പോ മുമ്പ് പറഞ്ഞ ജസ്റ്റ് നാമിക്ക് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ.
നമുക്കിനി ബേസിക്സ് തൊട്ട് തന്നെ മനസ്സിലാക്കി പോകും, ഏത് തറവായിട്ട് തന്നെ പഠിച്ചു പോകാം. ഓക്കെ, തുടർച്ചയായിട്ടുള്ള സംഖ്യകളല്ല ഇത്, അതാണ് ഞാൻ പറഞ്ഞത്. ഇവ തമ്മിൽ വ്യത്യാസം 2, 3, 5, 5, 2, 7 വ്യത്യാസമുണ്ട്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ട്രിക്ക് ഉപയോഗിക്കുന്നതിനും ഭേദം സാധാരണ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യമേ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച സമവാക്യം എന്താണ്? ശരാശരി എന്ന് പറയുന്നത് എന്താ? ആകെ തുക ഭാഗം എണ്ണമാണ്. നമുക്കറിയാം ആകെ തുക ഭാഗം ആകെ എണ്ണമാണ് ശരാശരി. അപ്പൊ ഇവിടെ എന്താണ്? ആകെ തുക ആണോ? 2 + 5 + 7 + 12 + 14. ഇത് ഒന്നും ഒരു രീതിക്കും ശരാശരി അറിയണത്തിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിട്ടേക്കുന്നത്. മനസ്സിലാക്കി തന്നെ പഠിക്കുക, ഒന്നും ചെയ്യുന്നില്ല. ഈ സംഖ്യകളുടെ ശരാശരി കാണുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എല്ലാ സംഖ്യയും എടുത്ത് എഴുതുക. എല്ലാത്തിനെയും തുക കാണണം, നമുക്ക് സമ്മ് കാണണം. എന്നിട്ട് അവയെ എണ്ണം കൊണ്ട് ഹരിക്കുക. 1, 2, 3, 4, 5 5 സംഖ്യകളുണ്ട് അവിടെ, എണ്ണം കൊണ്ട് ഹരിക്കുന്നു. നോക്കാം, ഇനി തുക കൂട്ടി നോക്കേ. 14 12 19 20 26 26 7 33 33 5 38 2 40 40 തുക വന്നു ഭാഗം 5 എത്രയാണ്? 8 5 40. ഓക്കെ, ശരാശരി എത്ര വന്നു? 8. നമുക്കിവിടെ നമ്മൾ മുമ്പ് പഠിച്ച മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടില്ല. ഏറ്റവും ബേസിക് ആയിട്ട് ശരാശരിയുടെ ഏറ്റവും ബേസിക് റൂളുകൾ അപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. ശരാശരി എന്ന് പറയുന്നത് ആകെ തുക ഭാഗം ആകെ എണ്ണം. ആകെ തുക നമ്മൾ കണ്ടുപിടിച്ചു, അതിനെ നമുക്ക് ഹരിച്ചു കിട്ടിയപ്പോൾ ഉത്തരം കിട്ടിയത് 8. ട്രിക്ക് പഠിക്കുന്നവര് ട്രിക്ക് മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ബേസിക്സ് ഓർക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ട്രിക്ക് പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്തറിഞ്ഞിരിക്കണം? ബേസിക്സ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ബേസിക്സ് ലെവലോട്ടേ പഠിപ്പിക്കുന്നത്. നല്ല രീതിക്ക് മനസ്സിലാക്കിക്കുക. ഇതാണ്, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് ശരാശരി. വളരെ സിമ്പിൾ. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അഥവാ ഇനിയിപ്പം ടൈം പോകുമെന്നുള്ള വെച്ചിട്ട് നമുക്ക് ട്രിക്ക് മറന്നു പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവാൻ നിൽക്കുന്നു വേണ്ട. മാത്സിൽ ഉത്തരം ശരിയാക്കുന്നുള്ളതാണ് പ്രധാനം. ടൈം പോകുന്നത് നിങ്ങൾ ഇപ്പം നോക്കണ്ട. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉത്തരം കറക്റ്റ് ആക്കുക. ഇപ്പം നിങ്ങൾ ഉത്തരം കറക്റ്റ് ആക്കാൻ വേണ്ടി പഠിക്കുക. പതുക്കെ നിങ്ങൾ ടൈമും കൂടെ റെഡി ആയിക്കോളും. അല്ലാതെ ഇപ്പോഴേ ടൈം റെഡി ആക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോത്തേ ഉള്ളൂ. അങ്ങനെ ചെയ്യരുത്. ഇപ്പം എത്ര സമയം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ഉത്തരം ശരിയാക്കുക. ഉത്തരം ശരിയാക്കി ക്വസ്റ്റ്യൻസ് 19 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് സ്പീഡ് കൂടും. പരീക്ഷയ്ക്ക് നല്ലവണ്ണം ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ ഇവിടെ ചോദ്യം നോക്കിയോ, ഒരു കുട്ടിയുടെ 6 വിഷയങ്ങളുടെ ശരാശരി മാർക്ക് 82 ആയാൽ ആ കുട്ടി കിട്ടിയ ആകെ മാർക്ക് എത്ര? ഇവിടെ ശരാശരി കാണാനല്ല ചോദിച്ചത്, ശരാശരി ചോദ്യമാണിത്. പക്ഷെ ശരാശരി അല്ല കണ്ടുപിടിക്കേണ്ടത്, ആകെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാണ് നമ്മൾ ഫസ്റ്റിലെ ആ മെത്തേഡ് പഠിച്ചത്. നോക്കിക്കോ, അത് കണ്ട് മനസ്സിലാക്കുക ഒന്നും കൂടെ. ഒരു കുട്ടിയുടെ 6 വിഷയങ്ങളുടെ, അപ്പൊ എണ്ണം തന്നിട്ടുണ്ട്. എത്ര എണ്ണം? തന്നിട്ടുണ്ട്. എത്രയാണ്? 6 എണ്ണം ഉണ്ട്. ശരാശരി മാർക്ക് ആവറേജ് തന്നിട്ടുണ്ട്. എത്രയാണ് ആവറേജ് എന്ന് പറയുന്നത്? 82. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആകെ തുക, ആകെ മാർക്ക് എത്ര? ആകെ മാർക്ക് എത്ര ആണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ആകെ വിഷയങ്ങളുടെ എണ്ണം 6, ശരാശരി മാർക്ക് 82. നമ്മള് അതങ്ങ് വരച്ചിട്ട് വെക്കുക. ആവറേജ് എന്ന് പറയുന്നത് ആകെ തുക ഭാഗം ആകെ എണ്ണമാണ്. നമുക്കറിയാം ഇവിടെ നമുക്ക് എന്നും ഉണ്ട് എയും ഉണ്ട്. എന്നും ഉണ്ട് എയും ഉണ്ട്. എസ് ആണ് കാണേണ്ടത്. എസ് കാണുന്നതിന് എന്ത് ചെയ്യാം? ഇത് ഇൻഡു ആണ്. എസ് കാണുന്നെങ്കിൽ എ ഗുണം എൻ. 82 ഗുണം 6 ഇതാതെയല്ലോ. 6 × 12 2 ശിഷ്ടം 1 6 41 49 492. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. നമ്മൾ അതിന്റെ രീതി മനസ്സിലാക്കുക. എന്താണ് ചോദിച്ചേക്കുന്ന ചോദ്യം വായിച്ച് മനസ്സിലാക്കുക. ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് ആകെ മാർക്കായിരുന്നു. ശരാശരി തന്നിട്ടുണ്ട്. വിഷയങ്ങളുടെ മാർക്ക് വിഷയങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്. എത്ര വിഷയങ്ങളുണ്ട്? 6 വിഷയങ്ങളുണ്ട്. 82 ആണ് ശരാശരി മാർക്ക്. അപ്പോ ആകെ മാർക്ക് കാണാൻ വേണ്ടിയിട്ട് ശരാശരിയെ വിഷയങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. നമ്മൾ സമവാക്യം പഠിച്ചിരുന്നു. അപ്പൊ ശരാശരി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ശരാശരി തുക ആകെ എണ്ണമാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ എണ്ണം തുക കാണാൻ വേണ്ടി ശരാശരി ഗുണം എണ്ണം ചെയ്താൽ മതി. അതാണ് പഠിച്ചത്. ശരാശരി ഗുണം നമ്മൾ എണ്ണം ചെയ്തു 492. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ വായിക്കാം. എ ഡിവിഷനിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10. ബി ഡിവിഷനിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 8. 2 ഡിവിഷനുകളിലെയും മൊത്തം കുട്ടികളുടെ ശരാശരി വയസ്സ് എത്ര? അപ്പം എ ഡിവിഷനിലെ എത്ര കുട്ടികളുണ്ടാകെ? 40 കുട്ടികളുണ്ട്. ശരാശരി എത്രയാണ്? 10. ശരാശരി 10.
ബി ഡിവിഷനിലോ ബി ഡിവിഷനില് 40 കുട്ടികള് ശരാശരി എന്ന് പറയുന്നതാണ് ശരാശരി വയസ്സ് 8. അപ്പോ എ ഡിവിഷനിൽ 40 കുട്ടികൾ ശരാശരി വയസ്സ് 10, ബി ഡിവിഷനിൽ 40 കുട്ടികൾ ശരാശരി വയസ്സ് 8. രണ്ട് ഡിവിഷനിലെയും കൂടി മൊത്തം കുട്ടികളുടെ ശരാശരി വയസ്സ് എത്ര എന്നാണ് ചോദ്യം. നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യമേ ഇതിൽ ഉള്ള കുട്ടികൾ എത്ര കണ്ടുപിടിക്കണ്ടേ? 40 കുട്ടികളുണ്ട്, ശരാശരി ഉണ്ട്, അവിടെ തുക കണ്ടുപിടിക്കണം. തുക എന്ന് പറയുന്നത് 40 ഗുണം 10 ആണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എ ഡിവിഷനില് ആകെ തുക എന്ന് പറയുന്നത് ശരാശരി ഗുണം എണ്ണം. ഇവിടെ 40 ഗുണം 10 400. തൊട്ടടുത്ത് എത്രയാണ്? 40 ഗുണം 8. സെയിം മെത്തേഡ് തന്നെ. തൊട്ടടുത്തതില് 40 ഗുണം 8 84 32 320. ഓക്കെ. ഇപ്പൊ ആകെ കുട്ടികൾ എത്ര ഉണ്ട്? രണ്ടിലും കൂടെ, എയിലും ബിയിലും കൂടെ രണ്ട് എത്ര കുട്ടികളുണ്ട്? ആകെ 40 40 80. ടോട്ടൽ എടുക്കുമ്പോഴത്തേക്കും ആകെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് ആകെ കുട്ടികൾ എത്രയാണ്? 80 പേർ. എയിലും ബിയിലും ചെയ്ത് 80 പേർ. ആകെ മാർക്ക് എത്രയാണ്? 400 320. 400 320 കൂടെ ചെയ്യുമ്പോൾ എത്രയാണ്? 720. 400 പ്ലസ് 320. അപ്പൊ ആകെ തുക കിട്ടി, ആകെ എണ്ണം കിട്ടി. ഇനി ശരാശരി കണ്ടുപിടിച്ചൂടെ? ശരാശരി എന്ന് പറയുന്നത് എന്തായിരുന്നു? ശരാശരി സമം ആകെ തുക ഡിവൈഡ് ബൈ ആകെ എണ്ണം. തുക എത്രയാണ്? 720 ഡിവൈഡ് ബൈ എത്ര? 80. 9×8 = 72. അപ്പോ എത്രയാണ്? 9 ആണ് ശരാശരി മാർക്ക്. ആകെ കുട്ടികളുടെ രണ്ട് ഡിവിഷനിലെയും കൂടെ ആകെ കുട്ടികളുടെ ശരാശരി 9 ആണ്. ചെയ്തത് മനസ്സിലായോ? നമ്മൾ ആദ്യം സെപ്പറേറ്റ് എഴുതി വെച്ചു. എ ഡിവിഷനിൽ 40 കുട്ടികളുണ്ട്, ശരാശരി എന്ന് പറയുന്നത് 10 ആണ്. ബി ഡിവിഷനിൽ 40 കുട്ടികളുണ്ട്, ശരാശരി എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ ചോദ്യം എന്താണ്? രണ്ട് ക്ലാസ്സുകളിലും ശരാശരി സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ ചോദ്യം ആകെയുള്ള ശരാശരി, മൊത്തം കുട്ടികളുടെയും കൂടെ ശരാശരി എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ തുക കണ്ടുപിടിക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എയുടെ തുക കാണാൻ വേണ്ടി ശരാശരി ഗുണം എണ്ണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരാശരി ഗുണം എണ്ണം ചെയ്തു. 40 ഗുണം 10 400. അതുപോലെ ബിയിൽ ചെയ്തു. ബിയിൽ ശരാശരി ഗുണം എണ്ണം 40 ഗുണം 8 320. അപ്പോൾ എ ഡിവിഷനിൽ ആകെ തുക 400, ബി ഡിവിഷനിൽ 320. 400 320 കൂടെ കൂട്ടുമ്പോൾ 720. അപ്പൊ ആകെ തുക 720. 40 കുട്ടികൾ വീതം രണ്ട് ക്ലാസ്സിലുണ്ട്. 40 40 80. അപ്പൊ ആകെ തുക 720 കിട്ടി, ആകെ എണ്ണ 80 കിട്ടി. ശരാശരി എന്ന് പറയുന്നത് ആകെ തുക ഭാഗം ആകെ എണ്ണമാണ്. അപ്പൊ 720 ഭാഗം 80 വെട്ടിക്കളയുമ്പോഴത്തേക്ക് നമുക്ക് 9 കിട്ടും. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മെയിനായിട്ട് പരീക്ഷകൾ കണ്ടു കാണുന്ന തരത്തിലുള്ളൊരു ചോദ്യം പഠിക്കാം. അതിന്റെ ബേസിക് മെത്തേഡ് പഠിക്കാം, ശേഷം ട്രിക്സ് പഠിക്കാം. അപ്പം 15 പേരുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 24 ആണ്. 15 പേരുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 24 ആണ്. 24 ആണ് ശരാശരി വയസ്സ് 15 പേരുടെ. ഓക്കെ, 24. ഒരാളെ കൂടെ ചേർത്തപ്പോൾ, ആ കൂട്ടത്തിലേക്ക് ഒരാള് കൂടി വന്നപ്പോൾ ശരാശരി വയസ്സ് 23 ആയി. ഓക്കെ, അപ്പോ 15 പേരുടെ ശരാശരി വയസ്സ് 24 ആണ്. ഒരാളും കൂടെ ചേർന്നു, അപ്പൊ 15ന്റെ കൂടെ 16 പേരായി. ഒരാളെ കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് എന്തായി മാറി? 23 ആയി മാറി. അപ്പോ ഇവരുടെ ഈ അവസാനം ചേർന്ന ആളുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും പരീക്ഷയ്ക്ക് കണ്ടുവരുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയം ഇഷ്ടം പോലെ പോകും. എന്തൊക്കെയാണ് ചെയ്ത് മനസ്സിലാക്കുക എങ്ങനെയാന്നുള്ളത്. 15 പേരുടെ ശരാശരി വയസ്സ് 24 ആണ്. അപ്പം ഫസ്റ്റ് കേസ് നമുക്ക് അതെടുക്കാം.
ഫസ്റ്റ് കേസിൽ നമ്പർ എന്ന് പറയുന്നത് ആകെ എണ്ണം 15 ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്? 24. 24. സെക്കൻഡ് കേസിൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 16. ശരാശരി എന്ന് പറയുന്നത് 23. അപ്പോ 15 പേരിലേക്ക് ഒരാളെ കൂടെ ചേർത്തപ്പോൾ അവരുടെ ശരാശരി വയസ്സ് 23 അവസാനം വന്ന ആളുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇതിൽ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. ആദ്യമേ സമം നമ്മൾ പഠിച്ചിട്ടുണ്ട് മെത്തേഡ്. ആവറേജ് എന്ന് പറയുന്നത് ആകെ തുക ഡിവൈഡ് ബൈ ആകെ എണ്ണം. സമം A ഗുണം N. 24 ഗുണം 15. ഓക്കെ, എത്രയാണ് 24 ഗുണം 15? 15 150 300 360. ഓക്കെ, ഇനി ഇവിടെ സം എന്ന് പറയുന്നത് A ഗുണം N തന്നെയാണ്. 23 ഗുണം 16. 23 ഗുണം 16 എത്രയാണ്? 30 460 60 230 പ്ലസ് 618 618 1 6 12 13 368. ഓക്കെ, ആദ്യത്തെ കേസിൽ സമ്മ് 360 രണ്ടാമത്തെ കേസിൽ സമ്മ് 368. ഇത് ഞാൻ സിമ്പിൾ ഒത്തിരി ചേർന്നേ ഉള്ളൂ. 16 10 6 ആക്കി മാറ്റി ചെയ്തതാണ്. അപ്പൊ നോക്കിക്കോ, അപ്പം ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? രണ്ടാമത്തെ കേസ് ഒരാൾ ചേർന്നപ്പോൾ ഉള്ള ആകെ വയസ്സ് 368. ആദ്യത്തെ കേസിൽ ഉണ്ടായിരുന്ന വയസ്സ് എത്രയാണ്? 360. ഡിഫറൻസ് എത്രയാണ്? 8. ഈ 8 പുതുതായിട്ട് ചേർന്ന ആളുടെ വയസ്സെന്ന് പറയുന്നത്. ഇത്രയും ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഞാൻ ഇനി പറയാൻ വേണ്ടി ഇത് നമ്മൾ ചെയ്തെന്താണ്? ട്രിക്ക് എന്നല്ല, ഇത് ബേസിക് മെത്തേഡാണ്. നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് അതിന്റെ ട്രിക്ക്. സമയം നഷ്ടപ്പെടുത്താതെ ചെയ്യാനുള്ളതാണ്. നോക്കിയോ, 15 പേരുടെ ശരാശരി വയസ്സെന്ന് പറഞ്ഞത് എത്രയായിരുന്നു? 24. 15 പേരുണ്ട്, അവരുടെ ശരാശരി വയസ്സ് 24. അപ്പോ ഒരാൾ കൂടി ചേർന്നപ്പോൾ 16 പേരായപ്പോൾ ശരാശരി വയസ്സ് എത്രയായി? 23. ഒന്ന് കുറഞ്ഞു, 23. അപ്പോ ഒരാൾ കൂടി ചേർന്നപ്പോൾ 16 പേരായപ്പോൾ വയസ്സെന്നുള്ളത് 23. നോക്കിയോ, നമ്മളിപ്പം 16 23. ഇതിൽ നിന്നും ഒരാള് ചേർന്നപ്പോ എല്ലാവർക്കും തുല്യമായിട്ടുള്ള വയസ്സ് കുറഞ്ഞത്. ശരാശരി 16 പേരുടെയും ഓരോരുത്തരുടെയും ശരാശരി വയസ്സ് എന്ന് പറയുന്നത് എന്താണ്? 23 കാണിക്കുന്നത്. ഓരോരുത്തർക്കും ശരാശരി വയസ്സ് 23. അതായത് 16 പേർക്കും 23 വയസ്സ് വീതം ഉണ്ട്. അപ്പോ ഒരാൾ ചേർന്നപ്പോഴാണ് ഒന്ന് കുറഞ്ഞത്. അപ്പോ കുറയുമ്പോ ഒരാൾക്ക് മാത്രമല്ലല്ലോ, ഈ ബാക്കിയുള്ള 15 പേർക്കും കുറയുന്നില്ലേ? അപ്പോ ഈ 23 നിന്നും നമ്മൾ ആ 15 അങ്ങ് കുറയ്ക്കുന്നു. എത്ര വന്നു? 8. അല്ല നേരത്തെ കിട്ടിയത്. 23 നിന്നും ആകെ എണ്ണം കുറയ്ക്കുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, 7 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 12 വയസ്സാണ്. 7 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. ഒരു കുട്ടി കൂടി ചേർന്നപ്പോൾ വയസ്സ് 13 മാറി. അപ്പൊ 7 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. ഒരാൾ കൂടി ചേർന്നപ്പോൾ വയസ്സ് 13. അപ്പോ അവസാനം ചേർന്നയാളുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. നമ്മളിത് സാധാരണ ഇത് ചെയ്യുമ്പോൾ എന്തോ ചെയ്യും? 7 കുട്ടികൾ ശരാശരി വയസ്സ് 12. അപ്പൊ അതിൽ നമ്മൾ തുക കാണും. എത്രയാണ് തുക? കാണുമ്പോഴത്തേക്കും 12 ഗുണം 7. ആകെ തുക, ആകെ ശരാശരി ഗുണം ആകെ എണ്ണമാണ് തുക എന്ന് പറയുന്നത്. 12 ഗുണം 7 4 7 8. 84 വയസ്സ്. 84 ആകെ വയസ്സ് എന്ന് പറയുന്നത്.
ഒരാൾ കൂടി ചേർന്നപ്പോൾ അപ്പൊ എത്ര പേരായി? 13 പേരുണ്ട്. ഒരാൾ കൂടി ചേർന്നപ്പോൾ ശരാശരി 13 ഗുണം 8 പേരായി. 8 പേർ 13 വയസ്സായി. തുക എത്രയാണ്? 8 3 24, 2 1 8 2 10, 104 രണ്ടാമത്തെ കേസിൽ 104 വയസ്സാണ് ആകെ ഉള്ളത്. ആദ്യത്തെ കേസിൽ 84 അപ്പോ അവസാനം ചേർന്നുള്ള വയസ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? രണ്ടാമത്തെ കേസിൽ ഒരാൾ കൂടിയപ്പോൾ ഉള്ള വയസ്സിൽ നിന്നും ആദ്യത്തെ കേസ് കുറയ്ക്കുക. 104 നിന്ന് 84 പോയൊക്കെ എത്രയാണ്? 84 10 104 20. 104 മൈനസ് 84 എത്രയാണ്? 20. ഇതാണ് ബേസിക് മെത്തേഡ്. നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ കേസിലെ തുക കണ്ടുപിടിച്ചു, രണ്ടാമത്തെ കേസിലെ തുക കണ്ടുപിടിച്ചു, രണ്ടാമത്തെ കേസിൽ നിന്നും ആദ്യത്തെ കേസ് കുറച്ചു. ഇപ്പോ അങ്ങനെ കുറയുമ്പോഴത്തേക്കും ഏറ്റവും അവസാനം ആര് വന്നോ അയാളുടെ വയസ്സ് കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടിയ വയസ്സ് 20 വയസ്സാണ്. ഇത് ഓപ്ഷനിൽ കാണുകയും ചെയ്യും. സമയം കുറെ പോവും. പകരം നമ്മളിപ്പോ ഒരു മെത്തേഡ് നോക്കാം. 7 കുട്ടികൾക്ക് വയസ്സ് 12 ഒരാൾ കൂടി ചേർന്നപ്പോൾ 8, ശരാശരി വയസ്സ് 13 7 കുട്ടികൾക്കും ശരാശരി വയസ്സ് 12. അതായത് ഒരാൾക്ക് 12 വയസ്സ് വെച്ചുണ്ട്. അപ്പം 7 പേർക്കും 12 വയസ്സുണ്ട്. അതുപോലെ ഒരാൾ കൂടി ചേർന്നപ്പോൾ വയസ്സ് 13 അപ്പോ ടോട്ടല് ഒരാളോട് ചേർന്നപ്പം 13 വയസ്സായെന്നുണ്ടെങ്കിൽ ആ 13 വയസ്സ് ആർക്കൊക്കെയായി? ഈ 7 പേർക്കും ആയിട്ടുണ്ട് അല്ലേ? 7 പേരും ആ കൂടെ തന്നെയല്ലേ? ഈ 7 പേരോടല്ലേ ഒരാൾ ചേർന്നത്. അപ്പോ ഒരാൾ കൂടി ചേർന്നപ്പോൾ 13 ശരാശരി. അതിനർത്ഥം ഓരോരുത്തർക്കും 13 വയസ്സായി എന്നാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ഈ 13 എന്നുള്ളത് തുല്യമായിട്ട് എല്ലാവർക്കും ബാധകമാണ്. ഈ 7 പേർക്കും ബാധകമാണ്. 13 പ്ലസ് 7 എന്താണ്? 20. ഇത്രയും സ്റ്റെപ്പ് ചെയ്യുന്നതാണോ നല്ലത്? ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കി കണ്ടുകയാണ് നല്ലത്. മാത്സിൽ എപ്പോഴും യുക്തി ഉപയോഗിക്കുക. യുക്തി ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ അഭികാമ്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൊണ്ടൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, മറ്റു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 21. അപ്പോ ആകെ കുട്ടികൾ എത്രയാണ്? 30 കുട്ടികൾക്കും കൂടി ശരാശരി വയസ്സ് എത്രയാണ്? 21. ശരാശരി വയസ്സെന്ന് പറയുന്നത് 21. ചോദ്യം എന്താണ്? അധ്യാപകന്റെ വയസ്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി 1 കൂടി എങ്കിൽ അധ്യാപകന്റെ വയസ്സ് എത്ര? അപ്പോ ക്ലാസ്സിലുള്ളത് ആകെ 30 കുട്ടികൾ. അവരുടെ ശരാശരി വയസ്സ് നടന്നത് 21. അധ്യാപകന്റെ വയസ്സ് കൂടി ചേർത്തപ്പോൾ അപ്പോൾ 30 കുട്ടികൾ എന്തായി? അധ്യാപകൻ കൂടി ചേർന്നു. അധ്യാപകൻ കൂടി ചേർത്തപ്പോൾ 31 പേരായി. അവിടെ ശരാശരി വയസ്സ് എന്ത് സംഭവിച്ചു? 1 കൂടി. ഇപ്പൊ 22. 31 പേരായപ്പോഴത്തേക്കും ശരാശരി എന്തായി? 22. അപ്പോ ചോദ്യം ഇതാണ്, അധ്യാപകന്റെ വയസ്സ് എത്ര? ആദ്യത്തെ കേസ് പരിഗണിക്കാം. 30ഉം 21ഉം. ഇവിടെ തുക എത്രയാണ്? സം എന്ന് പറയുന്നത് 21 ഗുണം 30 നമുക്ക് അറിയാം. ട്രിക്ക് ആവറേജ് വെച്ചിട്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എപ്പോഴും ആവറേജ് എന്ന് പറയുന്നത് സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. അപ്പോ സം എന്ന് പറയുന്നത് എ ഗുണം എൻ ആണ്. അങ്ങനെ ചെയ്തിരിക്കുന്നത്. എ ഇത് ഗുണമാണ്. അപ്പൊ 21 ഗുണം 30 3 6 630. ആദ്യത്തെ കേസിൽ 630. രണ്ടാമത്തെ കേസിലോ ഇവിടെ 31 പേരുണ്ട്, 22 ശരാശരി വയസ്സ്. അപ്പോ ഇവിടെ സം എന്ന് പറയുന്നത് എത്രയാണ്? തുക ആകെ വയസ്സ് എത്രയാണ്? 31 ഗുണം 22. 31 ഗുണം 10 310. 310 620. 620 അധികം 31 32 62 62 2 8 6 682 682 ഇവിടെ കിട്ടിയത്. അതായത് രണ്ടാമത്തെ കേസിലുള്ള ആകെ വയസ്സ്. ഇതൊരു സാധാരണ മെത്തേഡാണ്. ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ 22നെ 20 പ്ലസ് 2 ആക്കിയിട്ട് ചെയ്തേ ഉള്ളൂ. ഈ മെത്തേഡ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. അപ്പോ ആദ്യത്തെ കേസ് 630ഉം രണ്ടാമത്തെ കേസ് 682. അപ്പം അധ്യാപന വയസ്സ് എന്ത് ചെയ്യാം? 682 നിന്നും 630 കുറയ്ക്കുക. എത്ര വന്നു? 52 വയസ്സ്. 630ഉം
52 അല്ലേ 682 എന്ന് പറയുന്നത് 5 3 8 82. അപ്പൊ അധ്യാപകന്റെ വയസ്സ് എന്ന് പറയുന്നത് 52 ഇത്രയും സംഭവങ്ങൾ ഇങ്ങനെ ചെയ്യാതെ ക്വസ്റ്റ്യൻ നോക്കി തന്നെ ഉത്തരം ചെയ്യാൻ പറ്റും. 30 കുട്ടികൾക്ക് ശരാശരി വയസ്സ് 21. 31 ആയപ്പോ ശരാശരി വയസ്സ് 22. അതായത് 31 പേർക്കും ശരാശരി വയസ്സ് എത്രയാണ്? 22. ഒരാൾക്ക് മാത്രമല്ല കൂടിയ ഒരു വയസ്സ്, എല്ലാവർക്കും കൂടുന്നുണ്ട് തുല്യമായിട്ട്. ആകെ 30 പേർക്കും ഈ വയസ്സ് കൂടുന്നുണ്ട് ഒരാൾ കൂടെ ചേരുമ്പോ. അപ്പോ ഈ വയസ്സിന്റെ കൂടെ ഈ 30 പേരിലെ അവിടെ ഉള്ളത്. അപ്പോ 22 അധികം 30 സമയം എത്ര വന്നു? 52 വന്നു. അതല്ലേ ഇത്. മെത്തേഡ് ഉപയോഗിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഇത് മനസ്സിലാകാത്തവർക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി ആകെ തുകയും ശരാശരിയും എണ്ണം കണ്ടിരിക്കുന്ന മെത്തേഡ് പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം അത് ഉപയോഗിച്ച് ചെയ്യുക. സമയം കുറച്ച് പോകുന്നേ ഉള്ളൂ, പക്ഷെ ഉത്തരം കൃത്യമായിട്ട് കിട്ടും. ഇവിടെ ഉത്തരം കിട്ടാൻ എളുപ്പ വഴി ഇതാണ് സമയം വെച്ചിട്ടുള്ളത്. തെറ്റിപ്പോവാതെ പഠിക്കണം. റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം, എങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഒരു ക്ലാസ്സിലെ 40 കുട്ടികൾ ശരാശരി തൂക്കം 12 കിലോഗ്രാം. ശരാശരി തൂക്കം 12. ശരാശരി എന്ന് പറയുന്നത് 12. ഓക്കെ. അധ്യാപകന്റെ വയസ്സ് കൂടെ അധ്യാപകന്റെ ഭാരം കൂടി പരിഗണിക്കുമ്പോ ശരാശരി 1 കൂടി. അപ്പോ അധ്യാപകനെ കൂടെ പരിഗണിക്കണം. നമ്മളപ്പം എത്ര പേരായി നേരം? 41 പേരായി. അധ്യാപകൻ കൂടെ ചെയ്തപ്പം ശരാശരി എന്തായി? 1 കൂടി 13 ശരാശരി 13. ഫസ്റ്റ് കേസ് എത്രയാണ് തുക എന്ന് പറയുന്നത്? സമ്മം എന്ന് പറയുന്നത് 40 ഗുണം 12 8 4 480. രണ്ടാമത്തെ കേസിലോ 41 ഗുണം 13 സമം 410 410 പ്ലസ് 423 533. ഇപ്പൊ രണ്ടാമത്തെ കേസ് 533, ആദ്യത്തെ കേസിൽ 480. ഈ 533 480 കുറയ്ക്കുക. 533 ആണ് രണ്ടാമത്തെ ആകെയുള്ള ഭാരം. അതിൽ നിന്നും ആദ്യത്തെ ഭാരം കുറയ്ക്കുന്നു, 480 കുറയ്ക്കുന്നു. 20 30 53. 53 കിലോഗ്രാം എന്ന് പറയുന്നതാണ് ആടെ ഭാരം, അധ്യാപകന്റെ കൂടെ ചേർത്തപ്പോഴുള്ള ഭാരം. അപ്പോ ഇതാണ് സാധാരണ മെത്തേഡ്, കണ്ടിരുന്ന മെത്തേഡ്. ഇത് പഠിക്കുക, ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയാം. നമ്മള് തുക കാണുക. ഇവിടെ ശരാശരി തന്നിട്ടുണ്ട്, കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. തുക കാണാനുള്ള സമവാക്യം അറിയാം. ആകെ ശരാശരി ഗുണം ആകെ കുട്ടികളുടെ എണ്ണം. 40 ഗുണം 12 ശരാശരി 12 ഗുണം എണ്ണം. ഉത്തരം എത്ര കിട്ടി? 480. അതാണ് ആകെ ഭാരം. ആകെ ഭാരം കിട്ടി. രണ്ടാമത്തെ കേസിൽ ഒരാൾ കൂടെ ചേർന്നു. ആര് ചേർന്നു? അധ്യാപകൻ ചേർന്നു. അധ്യാപകൻ ചേർന്നപ്പോ ശരാശരി ഒരു വയസ്സ് ഒരു കിലോ കൂടെ കൂടി. അപ്പം 41 അധ്യാപകൻ ചേർന്ന എണ്ണം, 13 ഭാരം, ആകെ ശരാശരി ഭാരം. അപ്പോ അവിടെ തുക കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യും? 41 ഗുണം 13, അതാണ് 533. അപ്പൊ 533 480, അതായത് രണ്ടാമത്തെ അധ്യാപകൻ കൂടെ ചേരുമ്പോഴുള്ള ഭാരത്തിൽ നിന്നും ആദ്യത്തെ അധ്യാപകൻ ഇല്ലാത്തപ്പോഴുള്ള ഭാരം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 53 കിലോഗ്രാം കിട്ടും. ഇത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനുള്ള മെത്തേഡാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന മെത്തേഡ്. ട്രിക്ക് എന്ന് പറയുന്നത് 40 കുട്ടികൾ ഉണ്ടായിരുന്നപ്പോൾ ശരാശരി വയസ്സ് ഭാരം 12 ആയിരുന്നു. 41 ആയപ്പോ ഭാരം 13 കൂടി. എല്ലാവർക്കും കൂടുന്നുണ്ട്. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടുന്നുണ്ട്. അപ്പൊ ഒരാളുടെ ഇതിന്റെ കൂടെ ശരാശരിയുടെ കൂടെ 40 പേരുടെ ശരാശരിയും കൂട്ടുണ്ട്. അപ്പൊ 40 പേരെയും കൂട്ടണം. 40 പേരുടെ ശരാശരിയും കൂട്ടുക. 40 പ്ലസ് 13 എത്ര? 53. അത് തന്നെയല്ലേ ഈ കിടക്കുന്നത്. ബേസിക് മെത്തേഡ് തറവാക്കുക. വർക്ക് ചെയ്ത് തറവാക്കുക. നല്ല രീതിക്ക് മനസ്സിലാക്കി പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം ട്രിക്സിലോട്ട് പോവുക. ഇതാണ് PSC SC പോലുള്ള എക്സാംസിനൊക്കെ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള മെത്തേഡ്. ഇതാണ്. ക്വസ്റ്റ്യൻ ഒന്നും പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. വലിയ സമയം സെക്കൻഡിന് മതി ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് ഒന്നും അറിയണ്ട മാത്സിനെ പറ്റി, അങ്ങനെയുള്ള ആൾക്ക് ഇതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല ആൾക്ക് പഠിക്കുക. ആവറേജ് ചെയ്ത് പഠിക്കുക.
ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് ഇനിയും ചെയ്യാം, റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ള ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ബേസിക്സിന് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ശരാശരി നമ്മളൊന്ന് പഠിച്ചത്, ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആകെ തുക ഭാഗം ആകെ എണ്ണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. തൂക്കത്തിന്റെ ഭാഗത്തുനിന്നും വേഗത എന്നുള്ള ഭാഗങ്ങൾ നോക്കിയാൽ ക്വസ്റ്റ്യൻസ് എടുത്തോളൂ. ഇന്ന് പഠിപ്പിച്ചത് വളരെ ബേസ്ഡ് ലെവലാണ്. ലാസ്റ്റ് ഉള്ള 2 കണക്കുകൾ മാത്രമേ ഉള്ളൂ. പരീക്ഷയ്ക്ക് ഇത് മാത്രമേ വരത്തുള്ളൂ. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരുന്ന ഭാഗം ഈ ഭാഗത്തുനിന്നേ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ഉറപ്പാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വയസ്സോ ഭാരമോ ഒരാൾ വന്നു ചേർന്നോ അല്ലെങ്കിൽ പോകുന്നോ ഉറപ്പായിട്ടും വരും. ലോജിക്ക് മനസ്സിലാക്കി മാത്രം ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ എടുത്തിട്ട് ചെയ്തു വെക്കരുത്. ക്വസ്റ്റ്യൻ വായിച്ച് അവിടെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി മാത്രം അപ്ലൈ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഇനിയും ചെയ്യണമെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. ഞങ്ങൾ തുടക്കമാണ് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങൾ പരമായ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും.